വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് 1980കളുടെ രണ്ടാം പകുതി മുതൽ ഒട്ടേറെ മലയാള ചിത്രങ്ങളുടെ തുടക്കത്തിലെ ടൈറ്റിലുകളിൽ എഴുതി കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊരു പേര്. വേഷവൈവിധ്യതകൾ തുന്നിച്ചേർത്തുകൊണ്ട് നടീനടന്മാരുടെ ആകാര സൗന്ദര്യത്തിന് അലങ്കാരങ്ങൾ ചാർത്തിയാണ് ഇന്ദ്രൻസ് എന്ന കലാകാരൻ്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം. നിരവധി ചിത്രങ്ങളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ച ശേഷം നടന്നു കയറിയ അഭിനയത്തിൻ്റെ പടവുകൾ അദ്ദേഹത്തെ എത്തിച്ച കഥാപാത്ര വൈവിധ്യതകളുടെ ലോകം വിശാലമാണ്. ഹാസ്യവും ഗൗരവവും നേരമ്പോക്കും നൊമ്പരങ്ങളുമെല്ലാം സവിശേഷമായ ശരീരഭാഷ കൊണ്ടും ശബ്ദവിനിമയം കൊണ്ടും അവതരിപ്പിച്ചാസ്വദിപ്പിച്ച ഇന്ദ്രൻസ് ചേട്ടൻ ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയങ്കരനാണ്. ഹോം എന്ന ചിത്രത്തിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിക്കൊണ്ട് പുതിയ കാല സിനിമയിലും അദ്ദേഹം തൻ്റെ അഭിനയ തികവ് അടയാളപ്പെടുത്തി. പാലവിള വീട്ടിൽ കൊച്ചുവേലുവിൻ്റെ മകൻ സുരേന്ദ്രൻ, ഇന്ന് നമ്മൾ കാണുന്ന ഏറെ സ്നേഹിക്കുന്ന ഇന്ദ്രൻസ് എന്ന പ്രശസ്ത നടനായി മാറുന്നതിനിടയിൽ സഞ്ചരിച്ചു തീർത്ത സങ്കടങ്ങളുടെയും സഹനത്തിൻ്റെയും വഴിത്താരകൾ പലതുണ്ട്. ബാല്യം മുതൽ അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉറപ്പും ഉശിരുമാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ നിവർന്ന ശിരസോടെ പ്രതിസന്ധികൾ അതിജീവിച്ച് ഇന്നത്തെ ജീവിത സൗഖ്യത്തിൽ എത്തിച്ചേരുവാൻ അദ്ദേഹത്തെ പരുവപ്പെടുത്തിയത്. ചെറുപ്പം മുതൽ കണ്ടറിഞ്ഞ അമ്മയുടെ കണ്ണുനീരും അച്ഛൻ്റെ മൗനവും തൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓലമേഞ്ഞ വീട്ടിലെ 7-8 പേർ ഉൾപ്പെട്ട കുടുംബാന്തരീക്ഷവും വിശപ്പിൻ്റെ കാഠിന്യവും അതിനിടയിലും പങ്കുവെച്ച പരസ്പര സ്നേഹവും സന്തോഷവുമെല്ലാം പരിമിതികളെ മറികടന്ന് മുന്നേറുവാൻ ഇന്ദ്രൻസിലെ ഉത്സാഹശീലനായ വ്യക്തിക്ക് ഊർജമേകി. ഉൾക്കരുത്താർന്ന ആ അനുഭവങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് ചലച്ചിത്ര ലോകവും പ്രേക്ഷക സമൂഹവും അംഗീകരിക്കുന്ന മികച്ച അഭിനേതാവെന്ന നിലയിലേക്ക് ഉയരുവാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നത്. 1981 പ്രേം നസീർ നായകനായ ചൂതാട്ടം എന്ന സിനിമയിലെ വസ്ത്രാലങ്കാര സഹായിയായി സിനിമയിലെത്തിയ ഇന്ദ്രൻസ് കോസ്റ്റ്യൂം ഡിസൈനറായും ചെറിയ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നടനായും മലയാള സിനിമയിൽ പതിയെ പതിയെ തൻ്റെ സ്ഥാനമുറപ്പിച്ചു. ഭാവനയും കൃത്യതയും സൂചിയും നൂലുമാക്കി തുണിക്കഷ്ണങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച് ഇന്ദ്രൻസ് വളരെ വേഗത്തിൽ മലയാള സിനിമയിലെ തിരക്കേറിയ കോസ്റ്റ്യൂം ഡിസൈനറായി മാറി. അനശ്വര സംവിധായകൻ പത്മരാജൻ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിയിരുന്നു ഇന്ദ്രൻസ് എന്ന സഹപ്രവർത്തകനെ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, സീസൺ, ഇന്നലെ, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ പത്മരാജ ചിത്രങ്ങളിലെല്ലാം ഇന്ദ്രൻസ് പ്രവർത്തിച്ചു. 1995 പുറത്തിറങ്ങിയ ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച ആടുതോമയുടെ വേഷപ്പകർച്ചയ്ക്ക് ഗാംഭീര്യമേകിയത് ഇന്ദ്രൻസിൻ്റെ വസ്ത്രാലങ്കാരമായിരുന്നു. 108ഓളം ചിത്രങ്ങൾക്ക് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ച ഇന്ദ്രൻസ് വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന ചിത്രത്തോടെ തൻ്റെ വസ്ത്രാലങ്കാര വേലകൾ ഏകദേശം പൂർത്തിയാക്കി. തുടർന്നങ്ങോട്ട് മലയാള സിനിമ കണ്ടത് ഇന്ദ്രൻസ് എന്ന അഭിനേതാവിൻ്റെ പടിപടിയായുള്ള നടന വികാസമായിരുന്നു. പതിയെ ചിറകുവിടർത്തി പറന്നു പൊന്തിയ ആ അഭിനയ പ്രയാണത്തിൻ്റെ അതിശോഭനമായ നാഴികക്കല്ലാണ് 2021 പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രം. കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പങ്ങളും പിരിമുറുക്കങ്ങളും അതീവ ഹൃദ്യമായി അവതരിപ്പിച്ച ഹോമിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന കേന്ദ്ര കഥാപാത്രത്തിന് അനുപമമായ അഭിനയ ചാരുതയേകിക്കൊണ്ട് ഇന്ദ്രൻസ് പ്രേക്ഷക പ്രശംസകളേറെ ഏറ്റുവാങ്ങി. ആളൊരുക്കം എന്ന ചിത്രത്തിലെ പപ്പു പിഷാരടി എന്ന കഥാപാത്രത്തെ അത്യുജ്വലമാക്കിക്കൊണ്ട് 2018 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ദ്രൻസ് വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര പുരസ്കാരവും നേടിയിരുന്നു. ചൈനയിലെ ചലച്ചിത്ര സദസ്സ് അദ്ദേഹത്തിന് അംഗീകാരങ്ങളുടെ നവ്യാനുഭവങ്ങൾ ഏകി. 2014 അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ പ്രത്യേക പരാമർശവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. കഥാവശേഷൻ, നിഴൽക്കുത്ത്, ദൃഷ്ടാന്തം, വേലുക്കാക്ക, മൺറുതുരുത്ത്, മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലെ കലാമേന്മയും ഇന്ദ്രൻസിനെ പ്രേക്ഷകരോടടുപ്പിച്ചു. രൂപവും ഭാവവും ശബ്ദവുമെല്ലാം ഹാസ്യപ്രധാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ കൂടുതൽ അനുയോജ്യമായതിനാൽ കരിയറിൻ്റെ തുടക്കത്തിൽ ഇന്ദ്രൻസിനെ തേടിയെത്തിയതിൽ ഭൂരിഭാഗവും ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആയിരുന്നു.
350ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് നിരവധി രസകരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളെ ആസ്വദിപ്പിച്ചിട്ടുണ്ട് ഇന്ദ്രൻസ് എന്ന നടൻ. CID ഉണ്ണികൃഷ്ണൻ BA B.Ed, മാന്നാർ മത്തായി സ്പീക്കിംഗ്, 3 Men Army, അനിയൻ ബാവ ചേട്ടൻ ബാവ, മാനത്തെ കൊട്ടാരം, പട്ടാഭിഷേകം, ആട് ഒരു ഭീകരജീവിയാണ് തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ ഈ നിരയിൽപ്പെടുന്നു. ഇനിയുമുണ്ട് ഒരുപാട് സിനിമകളുടെ പേരുകൾ പറയുവാനായി. പക്ഷേ തമാശ കഥാപാത്രങ്ങളെ കൂടുതലായി അവതരിപ്പിച്ചിരുന്ന, പലപ്പോഴും ക്ലൈമാക്സ് രംഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിരുന്ന പോയ കാലങ്ങളിൽ നിന്നും ബഹുദൂരം സഞ്ചരിച്ച് മുന്നേറി വന്നു ഇന്ന് ഇന്ദ്രൻസ് എന്ന അഭിനേതാവ്. 5-ാം പാതിരയിലെ റിപ്പറും മാലിക്കിലെ പോലീസ് വേഷവും ഹോം എന്ന ചിത്രത്തിലെ ഒലിവർ ട്വിസ്റ്റുമെല്ലാം മാറ്റത്തിൻ്റെ പുതുവഴികളിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. വേറിട്ട കഥാപാത്രങ്ങളിലൂടെ വേഷവൈവിധ്യതകളിലൂടെ ഇന്ദ്രൻസ് എന്ന അഭിനയ പ്രതിഭയെ അഭ്രപാളികളിൽ ഇനിയുമേറെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രേക്ഷകർ. കഴിവുള്ള കലാകാരൻ എന്ന നിലയിലും സർവോപരി സഹൃദയനായ ഒരു വ്യക്തി എന്ന നിലയിലും മികവിൻ്റെ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടന്.